രതിലീലകൾ മുറിവേൽപ്പിച്ച കുരുന്ന് ജീവിതങ്ങൾ. എൻ്റെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നാലേ എനിക്കും തുടർന്നും നല്ല രീതിയിൽ ഈ കഥ എഴുതി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. തറവാട്ടിൽ നിന്നും പുറത്തായതോടുകൂടി മാത്യൂസ് ലില്ലിക്കുട്ടിയും കൂട്ടി വാടക വീട്ടിലേക്ക് താമസം മാറി. വാടക വീട്ടിലെ മാത്യൂസിൻ്റെ ദയനീയ ജീവിതം കണ്ട സഹോദരൻ ജോണി മാത്യൂസിന് 10 സെന്റ് സ്ഥലം വാങ്ങി നൽകി. അവിടെ ഒരു ഓലപ്പുര പണിതു മാത്യൂസ് ജീവിതം തുടങ്ങി. അത്രയും കാലം ജീവിതം ആഘോഷിച്ച് നടന്ന മാത്യൂസ് തൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം കൂലിപ്പണിക്കാരനായി ജീവിതം തുടങ്ങി. എന്നാൽ ലില്ലിക്കുട്ടിയുടെ കുടുംബമാകട്ടെ 7 സഹോദരന്മാരും 2 സഹോദരിമാരും ലില്ലിക്കുട്ടി ഉൾപ്പെടെ 10 മക്കളായിരുന്നു. അതിനാൽ ലില്ലിക്കുട്ടിയുടെ സഹോദരന്മാർ വിവാഹത്തിന് ശേഷം അവരവരുടെ കുടുംബം നോക്കി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ സഹോദരിമാരെ ശ്രദ്ധിക്കാതെയായി. ലില്ലിക്കുട്ടി ആ കാലത്ത് പൈങ്കിളി മാസികകൾ വായിച്ചു, അതിലെ പ്രണയ നോവലുകളും വായിച്ചു. ഒന്നിൽ കൂടുതൽ പ്രണയത്തിൽ മുഴുകി ജീവിക്കുന്ന കാലത്താണ് മാത്യൂസ് ലില്ലിക്കുട്ടിയെ കണ്ടുമുട്ടുന്നത്. അങ്ങനെയായിരുന്നു മാത്യൂസ് ലില്ലിക്കുട്ടിയെ വിവാഹം കഴിച്ചത്. ഓലപ്പുരയായിരുന്നുവെങ്കിലും മാത്യൂസ് നല്ലതുപോലെ കഠിനാധ്വാനം ചെയ്ത് ലില്ലിക്കുട്ടിയെ നന്നായി നോക്കി. ജീവിതം മുമ്പോട്ട് പോയി. ഇപ്പോൾ സണ്ണിക്കുട്ടി, ജോയിക്കുട്ടി 2 മക്കളായി സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്നാൽ ഇപ്പോൾ മാത്യൂസ് അറിയാതെ തന്നെ മാത്യൂസിൻ്റെ ജീവിതം മാറി മറിയുകയാണ്. ലില്ലിക്കുട്ടിയുടെ ഉള്ളിലുണ്ടായിരുന്ന പഴയ പൈങ്കിളി പ്രണയിനി പിന്നെയും ഉണർന്നിരിക്കുന്നു. കൂടാതെ രതിയോടുള്ള അടങ്ങാത്ത ആസക്തിയും ധനമോഹവും വർദ്ധിച്ചിരിക്കുന്നു. ലില്ലിക്കുട്ടിക്ക് ഇപ്പോൾ കാണുന്ന മിക്ക പുരുഷന്മാരോടും വല്ലാത്ത പ്രണയം തോന്നാറുണ്ട്. തുടരും.